ഞാനപ്പം ചെറിയ പീസാക്കി മാറ്റിയേ, കരിയില്ലെങ്കിൽ ശരിയാത്തില്ല. അംഗസംഖ്യ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 2-3 പീസ് കൂടെ എക്സ്ട്രാ കൂടുതൽ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അല്ലേടി? കണ്ടില്ല, നമുക്ക് നമ്മുടെ മുളക് പൊടി ഇടാം. ഞാൻ ഈ ഒരു സ്പൂണിന്, അന്ന് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് എരിവ് കൂടിപ്പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ 3 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് നമുക്ക് ചായച്ച് കൊടുക്കാം, അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ എരിവ് കുറച്ച് ഇടുന്നത്, ഇല്ലാതെ കുറച്ച് പെപ്പർ പൗഡർ അവസാനം ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ എരിവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരായിട്ട് കമൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. വ്യൂവേഴ്സാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഓരോരുത്തരായിട്ട് കമൻറ്റ് പറയാം. എരിവ് പോരായിരുന്നു, എരിവ് വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എരിവ് കുറയ്ക്കുന്നില്ല, ഞാൻ കൂട്ടുക തന്നെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൊത്തം 4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ മസാലപ്പൊടി, ഗരം മസാല, അതൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തത് നമ്മുടെ മഞ്ഞൾ പൊടി. ഇതെല്ലാം ഞാൻ താഴത്തുകൊണ്ട് വെച്ചിരിക്കണം, കാര്യം ഇത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം തട്ടി തൊട്ട് താഴെ ഇടും എല്ലാവരും കൂടെ വന്നിട്ട്. അതാണ് തിരിഞ്ഞു പോയി മുളക് പൊടി വരുന്നത്. വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്, അത്ര കൊളി വെക്കുന്നു എല്ലാവരും കൂടെ ഇരുന്നുണ്ട്. അപ്പം മഞ്ഞൾ പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പ് ആവശ്യത്തിന്, ഞാനിപ്പോൾ ഇത് ഈ ഒരു ടീസ്പൂണിന് ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് വയ്യ എണീറ്റ് എന്നിട്ട് പറയാനുണ്ട്, അത് കാരണം ഞാൻ ഇരുന്നുകൊണ്ട് ഈ പറയുന്നത്. ഇനി നമ്മുടെ കുരുമുളക് പൊടി, എരിവ് വേണം അല്ലേ, എല്ലാവർക്കും എരിവ് വേണ്ടേ? അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണം ഒരു സ്പൂണും കൂടെ ഞാൻ വേണമെങ്കിൽ ഇട്ട് കൊടുത്തേക്കാം. പക്ഷേ 1 സ്പൂണല്ല, ഒരു 1/2 സ്പൂൺ, 1/4 സ്പൂണും കൂടെ. മൊത്തത്തിൽ തെറ്റിപ്പോയി, എന്നെ തെറ്റിക്കാൻ വേണ്ടി നടക്കും എല്ലാവരും ചുറ്റിനും. വേണ്ട, ഒരു 1/4 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചേർത്താൽ മതി. ഇനി നമ്മളുടെ ഒരു നാരങ്ങ, വിനെഗർ ഉണ്ടെങ്കിൽ വിനെഗർ നല്ലതായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ നാരങ്ങയാണ് നല്ലത് എനിക്ക്, അതുകൊണ്ട് ഞാൻ നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. കുരു വീണാലും കുഴപ്പമില്ല, ചെറിയ കുരുവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കുഞ്ഞു നാരങ്ങയാണ്. നീര് കിട്ടുന്നില്ലേ? നീരൊക്കെ മാക്സിമം ഒഴിച്ചു കൊടുക്കും. ഇത് വീഴുന്നുണ്ടോ, കാണാവോ? നീരൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇത് ഒരു ചെറിയൊരു പച്ച നാരങ്ങയായിരുന്നു, ഒന്ന് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. മാക്സിമം നീരങ്ങ് പിഴിഞ്ഞെടുക്കാമായിരുന്നു. ആ ബുദ്ധി പോയില്ല, കണ്ടോ, അതോ അതിൻ്റെ അകത്തോട്ടില്ല. ഇനി നമ്മൾ നേരത്തെ പറിച്ചെടുത്ത ആ ഒരു നമ്മളുടെ ഇതുട്ടാ പേര്, സവാളയുടെ പൂവില്ലേ, ഉള്ളിപ്പൂ, അതും കൊണ്ടിട്ട് ഒരു ഫ്ലേവറിന് വേണ്ട കേട്ടോ. ഒരു ഇത്തിരി കറിവേപ്പിലേക്ക് പറിച്ചാണ്, ആരും പോയി ഒരു ഇത്തിരി കറിവേപ്പിലേക്ക് പറിച്ചാണ്, ആരെയും ഊരിയെടുത്ത മോനോട് പറഞ്ഞ അവൻ ഊരിക്കൊണ്ടുവന്നു, അവൻ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. അപ്പോൾ അവൻ ഞെരടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഓരോരോ പൊടിക്കിന് നമുക്കൊരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ടൊന്ന് പിടിക്കത്തുള്ളൂ. ഒരു പൊടിക്കിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ബാക്കി വെള്ളം കൂടെ പോയതിനില്ലോടെ. അപ്പോൾ ഒരുത്തിനോട് വെള്ളം ഇച്ചിരി എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞ ടെൻഷൻ വന്നു, കഷ്ടമായിപ്പോയി. ആ മതി. അയ്യോ, അപ്പം നമുക്കിനി ഈ ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കാം. അപ്പം ഇതിൽ ഒരെണ്ണത്തിൽ വരിയാനുണ്ടായിരുന്നു, ഞാനൊന്ന് വരിഞ്ഞു കൊടുക്കട്ടെ. പിന്നെ അല്പം ഡ്രൈ ആയിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യാതിരുന്നത്. പക്ഷെ ഒരു ഇത്തിരി കൂടെ ഓയിൽ വേണമെന്ന് തോന്നുന്നു അല്ലേ, കാര്യം ഇതിൻ്റെ അകത്ത് പുരട്ടിയിട്ട് പിടിക്കണില്ല. ഒരു ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാം. ഹലോ, ഇച്ചിരി വെളിച്ചെണ്ണ ഇവിടെ ഓരോരുത്തർ ഇരിപ്പുണ്ട്, ഓരോന്ന് എടുത്ത് തരാം. അതുകൊണ്ട് നല്ല സുഖം, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. കണ്ടില്ലേ, ഓരോ കൈകളൊക്കെ വരുന്ന കണ്ടില്ലേ, ചിഹ്നമാണേ. അയ്യോ കൂടിപ്പോയി, സാരമില്ല, പോട്ടെ.
അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ കയറ്റി കണ്ടോ, മാക്സിമം ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി ഒന്ന് വെക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പം ഞാനിതെല്ലാത്തിലും വരഞ്ഞ് എല്ലാത്തിലും പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മോളൂട്ടിക്ക് വേണ്ടി. അത് എരിവ് അധികം ഇട്ട് കൊടുക്കണ്ടല്ലോ, കുഞ്ഞു വെച്ചല്ലേ, മോങ്കുട്ടൻ എരിവ് കഴിച്ചോളും. അപ്പം എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി നമുക്ക് തീ കത്തിച്ച് സംഭവം സെറ്റാക്കുക. ഓക്കെ, ഓഫ് ചെയ്യണോ? ഇത് വൈപ്സ് ഇട്ട് മൊത്തത്തിൽ തുടച്ച് കാര്യം അത് നന്നായിട്ട് കഴുകാൻ പറഞ്ഞു. അപ്പോൾ വേറൊരെണ്ണം നന്നായിട്ട് കഴുകി, കാര്യം തുരുമ്പുള്ളതല്ലേ, കഴുകി ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതേലും മുട്ടതില്ലല്ലോ, സെറ്റപ്പായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. അപ്പം നമ്മൾ ഇതിലേക്ക് വെക്കുവാണേ. ക്ലോസ് ചെയ്ത് നാളെ കത്തലിന് വേണ്ടി, അതെല്ലാം പിടിച്ചു വരത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് പുറകെ നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ പ്രോസസ്സിങ് പോവാണ്. നമുക്ക് ഈ ഓലക്കാൽ എടുത്തിട്ടുണ്ട്, കത്തിയില്ല. ഓലക്കാലിൽ നമുക്ക് തീ കത്തിച്ചെടുക്കാം. തീ കത്തിച്ച് ഇതിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിറകും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. പിടിക്കടാ 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 പിടിക്കടാ. പിടിച്ചിട്ടുണ്ടേ. നമുക്കത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. മണ്ണെണ്ണ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കോളും എന്ന് വിശ്വസിക്കാം. അയ്യോ, കെട്ടുപോയി. അടിവശം എന്തോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് നോക്കാൻ വയ്യോ, പൊള്ളിയിട്ട് വയ്യേ, അങ്ങോട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് ഈ സ്പൂൺ, നീളത്തിലുള്ള സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ഇച്ചിരി തീ ഒന്ന് തണുക്കട്ടെ. അടിവശം സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് ചൂട് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഒരെണ്ണം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയും കൂടെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മളുടെ സംഭവം ഇവിടെ കിടുവായിട്ടുണ്ട്. ഞാനൊരു പരുവായിട്ടുണ്ട്. എന്തായാലും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അവസാനത്തെ തീയൊക്കെ അണച്ചോട്ടെ. ഞാനൊരു ഇത്തിരി ഓലക്കാൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തി, ഗുബൂസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഉണ്ടാവുമോ നോക്കട്ടെ. എന്താ കട്ട് ചെയ്തൊക്കെ എടുത്ത് നോക്കാൻ പോവാ. അപ്പപ്പാ, ഒരു സൈഡ് നമ്മൾ മറിച്ചിട്ട് ഭാവം ഇച്ചിരി ലേറ്റായിപ്പോയി, തീ ആളിക്കത്തി. അതുകൊണ്ട് ഇച്ചിരി ഭാവം അത് ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അകത്തോട്ടൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാനിത് എടുക്കാം. ഞാനതെടുത്ത് ഇങ്ങോട്ട് വെക്കുക. കാര്യം ചൂട്, നല്ല ചൂടുണ്ട്.
ഈ ഒരു പാത്രം പൊട്ടി പോയിരുന്ന ഭാഗ്യം. ഏകദേശം നമ്മളൊരു 3/4 മണിക്കൂർ 1 മണിക്കൂറിന് അടുത്ത് നമ്മളിത് കത്തിച്ചിങ്ങനെ വെച്ചു കേട്ടോ. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. കണ്ടില്ലേ, സെറ്റപ്പായിട്ടില്ലേ? അപ്പൊ ഞാൻ നേരത്തെ കണക്ക് തന്നെ ഇവിടെ കുത്തി ഇരുന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് ഈ ഒരു പീസ് എടുത്തേ, കണ്ടാ? ഈ ഒരു പീസ് എടുത്തിട്ട് ആദ്യം ഇങ്ങനെ നാരങ്ങ നീരിങ്ങനെ അങ്ങോട്ട് അതിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിക്കണം. അയ്യോ, ഞാനെ മാറ്റിയിട്ട് ആഹാ. എന്നിട്ട് ആദ്യമേ നമുക്ക് ഈ സോസിന്റെ അകത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിനൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഇട്ടായിരിക്കും, ഉള്ള പോകയല്ലായിരുന്നു, മൊത്തം പോകയല്ലായിരുന്നു, സ്മോക്കി ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കുറച്ച് മയണൈസിലും കൂടെ എല്ലാരും കൂടെ നിപ്പുണ്ട്. ഞാൻ ആരെയും കാണിച്ചു തരുന്നില്ല. എല്ലാരും ഞാൻ കഴിക്കുന്നതാണ് കൊഴിച്ചോണ്ട് നിൽക്കുക. ഞാൻ ആദ്യം കഴിച്ച് ഞാനൊന്നും കഷ്ടപ്പെട്ടല്ലേ, ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ. അയ്യോ, പോകായിരുന്നു. ഇതിന് സ്മോക്കി ടേസ്റ്റ് ഉണ്ട്, മൂക്കിലേക്ക് സ്മെല്ലും കൂടെ വരുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ, എന്തായാലും കൊള്ളാം. രണ്ടുപേരും ഇങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ലേ. അതെ, എല്ലാവർക്കും കൂടെ ഉദ്ദേശിച്ച ഞാൻ ഉണ്ടാക്കിയത്. കിട്ടുവോ? അപ്പൊ പറയാൻ പറ്റത്തില്ല. ഇതുപോലെ നല്ല അടിപൊളി കൊതി ഊർന്ന റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ എത്തും. അതുവരെ എല്ലാവർക്കും ബൈ. അങ്ങോട്ട് നോക്കി പറ ബൈ എല്ലാരും. ആ നേരം ഞാൻ ഇച്ചിരി എടുത്ത് വലിയ പീസ് എടുത്ത് കഴിക്കട്ടെ.